ഹേ ഗൈസ്, അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും മമ്മയുടെ വിളി വന്നു. നമ്മൾ റെഡിയായി നിൽക്കുക, നമുക്ക് ഒരു അമ്പലത്തിൽ പോവാന്ന്. അപ്പോൾ ഞാൻ റെഡി ആവുകയാണ് അമ്പലത്തിൽ പോകാനായിട്ട്. ഞങ്ങൾ പോയ അമ്പലം ഏതാണെന്ന് വെച്ചാൽ എടക്കുച്ചി പാലത്തിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ പോകാനായിട്ട് റെഡി ആവാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തു, പിന്നെ സ്കിൻ കെയർ ആയിട്ട് ഫേസ് സിറം അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ അത് ഇത് വൈകുന്നേരം ഒരു സമയത്തൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്, പക്ഷെ എന്നാലും നമ്മൾ സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്ത് പോകാനേ പാടില്ല. അപ്പോൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഒരു പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പൗഡർ ഇടൽ കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതൊന്നും ഇടാറില്ല, അതൊന്നും ഇടാണ്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇന്ന് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് മാത്രം പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഈ ഒരു സ്റ്റേജിന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ക്യാമറയിൽ കാണുമ്പോൾ വേറെ കളറും നേരിട്ട് വേറെ കളറുമാണ്. ഇത്രയും ഡാർക്ക് അല്ല, നേരിട്ട് കുറച്ചും കൂടെ ലൈറ്റർ വേർഷനാണ്. പിന്നെ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഐബ്രോസ് ഡെയിലി ഫിൽ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അതിനുശേഷം ഐലൈനർ എനിക്ക് ക്യാമറയിൽ നോക്കിയിടാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കണ്ണാടി നോക്കിയിടാനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലിപ്പൊന്നും കാണാത്തത്. അതിനുശേഷം ഞാൻ മുടി ജസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പിരിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ക്ലിപ്പ് ഊത്തി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈൽ ഇതാണ്. എനിക്ക് വേറെ കാര്യമായിട്ടൊന്നും മുടി പരീക്ഷിക്കാൻ വയ്യ. എനിക്ക് അല്ലെങ്കിലും വലിയ താല്പര്യമില്ല ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ചെടുക്കലൊക്കെ. എപ്പോഴും ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും കണ്ടാലും ഒരേ ഒരു ഹെയർ സ്റ്റൈലേ ഞാൻ ഇടാറുള്ളൂ. വേറെ ഒന്നും ഞാൻ ട്രൈ പോലും ചെയ്യാറില്ല. ഇടയ്ക്ക് ആരെങ്കിലും ട്രൈ എങ്കിലും ചെയ്തു നോക്കും, പക്ഷെ എനിക്ക് ട്രൈ ചെയ്യാൻ പോലുള്ള ആ ഒരു ക്ഷമയില്ല. സ്കൂളിൽ പോകുമ്പോഴും സെയിം ഹെയർ സ്റ്റൈൽ. മുടിയും കാര്യങ്ങളും ഒക്കെ സെറ്റായപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫൈനൽ ലുക്കിൻ്റെ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിപ് ബാം ഈ ലിപ്സ്റ്റിക്ക് ഈ ഒരു കളറാണ്. അന്ന് നേരത്തെ കാണിച്ച കളർ അല്ലല്ലോ എന്തായാലും കണ്ടിരിക്കുന്നത്. അത് നേരത്തെ കാണിച്ച ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നും, പക്ഷെ അത്രയും ഡാർക്ക് അല്ല, ഈ ഒരു ഷെയ്ഡാണ് അതിന്. പിന്നെ അമ്മ വന്നു. അമ്മ വന്ന് അമ്മയും ഒന്ന് കുളിച്ച് റെഡിയായിട്ട് സാരിയൊക്കെ എടുത്ത് ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ കുറച്ച് നാളെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ നേരത്തെയൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും പോകുന്നൊരു അമ്പലമായിരുന്നു അത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം വന്നപ്പോഴേക്കൊരു സന്തോഷം. അതൊരു കുഞ്ഞമ്പലമാണ്. ഞങ്ങളവിടെ പണ്ട് എക്സാം സമയത്തൊക്കെ, എൻ്റെ പ്രീ ബോർഡിൻ്റെ സമയത്തൊക്കെ മിക്കപ്പോഴും വരുന്നൊരു അമ്പലമായിരുന്നു. ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു അമ്പലമാണ്. ഈ കുറേ ഓർമ്മകളുണ്ട് എനിക്ക്. അവിടെ വന്നപ്പോൾ എൻ്റെ പ്രീ ബോർഡ് സമയം കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതുപോലെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കതൊക്കെ ഭയങ്കര ഒരു ഓർമ്മകൾ. അപ്പോൾ അതിനുശേഷം അവിടെ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.